അസ്സലാമലൈക്കും. റംലാസ് കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലഡുവാണ്. അതുപോലെ അവൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അവലുണ്ടയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിലേറെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ എനിക്ക് തന്നെ അഭിപ്രായം പറയുക, അതേപോലെ സപ്പോർട്ട് തരിക, ലൈക്ക് തരിക. എന്നാൽ ശരി, നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടു നോക്കിയാലോ. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ ഒരു കപ്പ് നമ്മളെ പൊട്ടുകടലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് 1/4 കപ്പ് വറുത്ത നമ്മളെ നിരക്കടല കപ്പലണ്ടി അതും ചേർത്ത് കൊടുത്ത് അത് നല്ലതുപോലെ വറുത്തെടുക്കുക. അതിനുശേഷം ഞാൻ 2 കപ്പ് ചുവന്ന അവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അവിലും ചേർത്ത് കൊടുത്തതിന് ശേഷം അതും നല്ലതുപോലെ തന്നെ കരിഞ്ഞു പോവാതെ നല്ലതുപോലെ തന്നെ ഇത് വറുത്തെടുത്തതിന് ശേഷം നമ്മൾക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് അതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. അത് വേറൊരു പാത്രത്തിലേക്ക് ഞാനൊരു 250 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് നമ്മൾക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഒരു ഫ്രൈ പാനിൽ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഞാൻ വറുത്ത കപ്പലണ്ടി 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇത് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. അതിലേക്ക് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കിസ്മിസ് മുന്തിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, ഉണക്കമുന്തിരി. അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് രണ്ടും തന്നെ നല്ലതുപോലെ ഫ്രൈ ആക്കി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾക്ക് വറുത്ത് വെച്ച നമ്മളെ കടലയും അവിലും ഒക്കെ എടുത്ത് നമുക്കിത് നല്ലതുപോലെ പൊടിച്ച് കൊണ്ടുവരാം. നല്ലതുപോലെ തന്നെ ഞാൻ ഫൈനായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അധികം ഫൈനാക്കണ്ട, ഒരു തരിതരിപ്പായിട്ട് നമ്മൾ റവയൊക്കെ തൊടുമ്പോൾ എങ്ങനെയാണ് അതുപോലെ ചെയ്താൽ മതി. ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം 1 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾക്ക് പൊടിച്ച് വെച്ച അവിലിൻ്റെ പൊടി മിക്സ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവിലും അതേപോലെ തേങ്ങയും ശർക്കരയും എല്ലാം തന്നെ നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം. നല്ലതുപോലെ തന്നെ മിക്സാക്കിയിട്ടെടുക്കണം. മിക്സാക്കി എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ 1 ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം നെയ്യ് ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച കപ്പലണ്ടിയും അതേപോലെ മുന്തിരിയും ചേർത്ത് കൊടുക്കാം. എല്ലാം തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. അവിലിൻ്റെ കൂട്ടൊക്കെ നല്ലതുപോലെ ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്ത ശേഷം നല്ലതുപോലെ ഇതേപോലെ ചെയ്ത് കുറച്ച് ചൂടൊക്കെ ആറിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. കൈ തൊടുന്ന രൂപത്തിൽ കയ്യിലേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമ്മൾക്ക് ഇതേപോലെ ചെറിയതാക്കി നമുക്കിതൊന്ന് ഉരുട്ടിക്കൊണ്ടുവരാം. എല്ലാം തന്നെ ഇതേപോലെ ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് തിന്നുമ്പോൾ. കപ്പലണ്ടി കടിക്കുന്ന ഇടയിൽ കപ്പലണ്ടി കടിക്കുന്നതൊക്കെ ഭയങ്കര നല്ലൊരു ടേസ്റ്റുള്ള ഒരു ലഡു തന്നെയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നാൽ ശരി, ഞാൻ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമലൈക്കും. താങ്ക് യു.